വിശ്വജ്യോതിയിൽ നിന്ന് 6 പേരെ നമ്മളിവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം യു ഗൈസ്. സാന്ദ്രാജി, ആൽബിൻ ജോയ്, കെ രാഹുൽ, സ്റ്റീഫൻ ഫിലിപ്പ്, ഗോകുൽദേവ് ശ്രീനിവാസൻ, ആകർഷ് വിൻസെന്റ്. വിശ്വജ്യോതി കോളേജിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് റിയലി എക്സൈറ്റഡ് ബിക്കോസ് ഗെയിമിങ്ങും ഗെയിം ഡെവലപ്മെൻറ്റും പണ്ടേ ഒരു പാഷനായിരുന്നു. ഫ്യൂച്ചറിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ, ഒരു കരിയറായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയപ്പോൾ ഐ വാസ് റിയലി എക്സൈറ്റഡ്. പിന്നെ എമോജിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയെ പറ്റി കേട്ടപ്പോഴും ദാറ്റ് വാസ് റിയലി ഫാസിനേറ്റിംഗ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ എ കമ്പനി ദാറ്റ് വുഡ് ബി ഡൂയിങ് ഗെയിം ഡെവലപ്മെൻറ്റ്. സോ അതിലൊരു വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയതിലും ഇത്രയും വൈബായ ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റിയതിലും ഇറ്റ്സ് റിയലി വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു. ഐ എം റിയലി എക്സൈറ്റഡ് ടു മീറ്റ് റെസ്റ്റ് ഓഫ് യു ഗൈസ്. ഇതുവരെയുള്ള മീറ്റിംഗ്സിൽ ഐ എം റിയലി പ്ലീസ്ഡ് വിത്ത് എവരി വൺ ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. 4 വർഷം കോഴ്സ്, അത് കഴിഞ്ഞിട്ട് ജോബ്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അവന് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ ആദ്യമായിട്ട് അവന് കിട്ടുന്ന ഒരു അപ്പോയിൻമെൻറ്റിൽ വളരെ സന്തോഷം തോന്നുന്നു. അവന് ഇഷ്ടമുള്ളൊരു അവൻ്റെ പാഷൻ, അവന് ഒരു +1 +2 ഒരു 10th കഴിഞ്ഞപ്പോൾ തുടങ്ങി ഗെയിമിങ്ങിൻ്റെ ഫീൽഡിലേക്കേ അവൻ പോകുള്ളൂ, അങ്ങനത്തെ ജോലി മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനത്തെ പ്രൊഫഷനെ പഠിക്കുള്ളൂ, അങ്ങനെ നിർബന്ധമുള്ള ഒരു വിഷനുള്ള കുട്ടിയായിരുന്നു. അതിലായിരുന്നു അവൻ്റെ താല്പര്യങ്ങളും, അതിലായിരുന്നു. അവന് ഇഷ്ടമുള്ള മേഖലയിൽ അവൻ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അപ്പോയിൻമെൻറ്റിൽ അവന് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം, വളരെ അഭിമാനം. ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടും അവൻ്റെ കരിയർ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും അവന് കൂടുതൽ പഠിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൾ. ഞങ്ങളെപ്പറ്റി വല്ലതും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. വളരെ അവന് ഇഷ്ടമുള്ള മേഖലയിലുള്ള ഒരു ജോലി ആയതുകൊണ്ടും അങ്ങനെയുള്ള ഒരു ടീം ആയതുകൊണ്ടും അവൻ ഇപ്പോഴും ഇവിടെ ഇരുന്നപ്പോഴും അവൻ പറഞ്ഞത് അവന് കുറേ പഠിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇവൻ ഈ ട്രെയിനിങ്ങിലൂടെ അവന് കുറേ പഠിക്കാൻ സാധിക്കും. അവനൊരു ബേസ് ഉണ്ടാകും. ഈ ഗെയിമിങ്ങിൻ്റെ മേഖലയിൽ അവന് കുറച്ചും കൂടെ അവന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അവനെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവൻ പറഞ്ഞത്. ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അവന് വളരെ താല്പര്യം ഉള്ളതായിട്ടാണ് ആദ്യം തുടങ്ങിയ പറഞ്ഞേക്കുന്നത്. ഹായ്, മൈസെൽഫ് ഗോകുൽദേവ് ശ്രീനിവാസൻ. സോ ഞാൻ വരുന്നത് കൂത്താട്ടുകുളത്തു നിന്നാണ്, കൂത്താട്ടുകുളം പുതുവേലി. +2 കഴിഞ്ഞതിന് ശേഷം ഏതൊരു കോഴ്സ് എടുക്കണമെന്ന് എല്ലാ പിള്ളേർക്കുള്ളൊരു ഡൗട്ട് പോലെ ഞാനിരുന്നപ്പോഴാണ് എൻജിനീയറിംഗ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ളൊരു ഇതിൽ വന്നത്. അങ്ങനെ വിശ്വജ്യോതി വന്നു. അവിടെ വന്നപ്പോൾ ഇങ്ങനെ പുതിയതായിട്ടൊരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് ആനിമേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറച്ചുകൂടെ എന്താ പറയുക, ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാം എന്നുള്ളൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടി. കോഴ്സിനെ പറ്റി കുറച്ചുകൂടെ ചെക്ക് ചെയ്തു. അങ്ങനെ ഓക്കെ, ഇതാണ് എനിക്ക് പറ്റിയ ഫീൽഡ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഇതാണെന്ന് ഞാൻ അതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ അവിടെ ചേർന്നു. ത്രൂ ഔട്ട് 2 വർഷം കഴിഞ്ഞ് 2 വർഷം നോർമൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഇതിൽ പോയി. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഗെയിം ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ്ഡ് ആയിട്ട് ഗെയിം ഡെവലപ്മെൻറ്റിനെ പറ്റി പഠിച്ചു. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. അപ്പം അതിനിടയ്ക്കാണ് പ്ലേസ്മെൻറ്റ് ആയിട്ട് എമർജിയോ വരുന്നത്. അങ്ങനെ പഠിച്ച കോഴ്സിൽ തന്നെ ജോലി മേടിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടും അതിനുവേണ്ടി ട്രൈ ചെയ്തു. ഇപ്പം നിലവിൽ ഇവിടെ നിൽക്കുന്നു. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് എമർജിയോ. ഞങ്ങൾ ഇനീഷ്യലി ഇവർ വന്നപ്പോൾ തൊട്ട് തന്നേക്കണ സപ്പോർട്ട് ടിൽ നൗ എനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ ഫീൽ ഇറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ത്രൂ ഔട്ട് മൈ കരിയർ. സോ താങ്ക് യു ടു ബി ടേക്കിംഗ് മീ ടു യുവർ പാർട്ട്, ടു യുവർ ഫാമിലി, ആൻഡ് ഐ വിൽ ബി ഡൂയിങ് മൈ ബെസ്റ്റ്. സോ എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛൻ ശ്രീനിവാസൻ, അമ്മ ശകുന്തള. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസവും മൊബൈൽ ഗെയിം കളിക്കുന്നതിന് പിന്നെ വേറെ ഒന്നിനും വിട്ടിട്ട് കാര്യമില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ തന്നെ അവൻ്റെ വിഷൻ എന്താണെന്നുള്ളത് എനിക്കും ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് അതിനെ നമ്മളും പ്രൊമോട്ട് ചെയ്തു. എന്താണേലും ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആദ്യത്തെ ബാച്ചാണ് ഈ കുട്ടികൾ. അവരിൽ നിന്നും 6 പേരെ ഈ എമർജിയോ സെലക്ട് ചെയ്തു. അതിൽ വളരെ സന്തോഷം. കമ്പനിക്കും ഇവിടുത്തെ സ്റ്റാഫിനും മറ്റെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സഫൻ ഫിലിപ്പ് എന്നാണ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്.
ഞാൻ ഇങ്ങനെ കൊറോണ ടൈമിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആനിമേഷനൊക്കെ ചെയ്യായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ നോക്കി ചൂസ് ചെയ്ത കോഴ്സാണ് കമ്പ്യൂട്ടർ ഡിസൈന്. അങ്ങനെ വിശ്വതിയിലോട്ട് വരുന്നത്. പിന്നെ വിശ്വതിയിൽ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആനിമേഷനൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അങ്ങനെ പോയി അവസാനം 4th ഇയറിലായപ്പോഴാണ് എമർജിയോ വരുന്നത്. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഈ എമർജിയുടെ പാട്ടാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു എമർജിയോ. എൻ്റെ ഇവിടെ വന്നേക്കുന്ന അമ്മയാണ്. പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡിസൈൻ എഞ്ചിനീയറിങ്ങിലൊക്കെ താല്പര്യമായിരുന്നു, ആനിമേഷനൊക്കെ ചെയ്യുന്നതിൽ. ഇതുപോലെ പേരൻ്റ് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു സംഭവമായിരുന്നു. ഞാൻ ടീച്ചറാണ്. പിന്നെ അതുപോലെ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത് ഇതുവരെ. കുട്ടികൾ ഗെയിമിൽ കൂടുതൽ അഡിക്റ്റ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു ടീച്ചേഴ്സിന് എന്നുള്ള രീതിയിൽ. ഇപ്പം നമുക്ക് മോൻ്റെ ഈ ഒരു ഇതിൽ മനസ്സിലാക്കിയത് അങ്ങനെയല്ല, ധാരാളം ചാൻസ് ഉള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴും കുട്ടികളുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം. അവരുടെ ഒരു എംപ്ലോയീസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ചെറുപ്പം തൊട്ട് ഗെയിമൊക്കെ കുറേ കളിക്കുമെങ്കിലും ഇതിലിങ്ങനെ ഒരു കരിയർ ഉണ്ടെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എഡിറ്റൊക്കെ ഞാൻ ഒരു വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനിങ് ഫീൽഡിൽ എനിക്ക് അത്യാവശ്യം ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ പിന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ അതിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഗെയിം ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കരിയർ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അങ്ങനെ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിച്ചു. പിന്നെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോഴാണ് എമർജിയോ വരുന്ന റിക്രൂട്ട്മെൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് പിന്നെ അവിടെ എന്തോ സ്കില്ല് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരെന്നെ സെലക്ട് ചെയ്തു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അമ്മയാണ് കൂടെ വന്നിരിക്കുന്നത്. ആൽബിനെ പറ്റി പറയുവാണെങ്കിൽ ആൽബിൻ എപ്പോഴും ഗെയിം കളിയായിരുന്നു ചെറുപ്പകാലം മുതൽ. അപ്പം ഞാൻ വഴക്ക് പറയുമായിരുന്നു. അന്നേരം ആൽബിൻ പറയുമായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കളിക്കുക എന്നും പറഞ്ഞു. പിന്നെ ഇച്ചിരിയോടെ മുതിർന്നായി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ വെച്ചാൽ ഇത് ഏത് നേരം ഇത് തന്നെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ മോൻ പറയുമായിരുന്നു എനിക്ക് ഗെയിം ഉണ്ടാക്കണം, എനിക്ക് അത് ഭയങ്കര താല്പര്യമാണ്, അത് കാരണം ഞാൻ അതിലേക്ക് തന്നെ നീങ്ങുവാന്ന് പറഞ്ഞു. സന്തോഷിക്കുന്നു. Hello all, my name is Akash Vincent. I'm from North Parur. First of all, I would like to thank everyone for this wonderful day. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എന്നപ്പോൾ സന്തോഷമായി. ആക്ച്വലി ടു ബി ഫ്രാങ്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കോളേജിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഈ എമർജികളൊക്കെ ഇങ്ങനെ വരും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സോ ഐ എം റിയലി പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫാമിലിന് പറയാൻ കാരണം ബിക്കോസ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഒരു ഇൻട്രാക്ഷൻ, അവരുടെ ഒരു ക്രൂ വർക്ക് കൾച്ചറൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പി ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ബി ഗ്രേറ്റ്. താങ്ക് യു. എൻ്റെ ഇവിടെ വന്നത് അമ്മയാണ്. ഇപ്പം എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആകർഷണു ചെറുതിലോടെങ്കിൽ ഗെയിം കളിക്കൽ അതൊരു ഹോബിയായിരുന്നു. അപ്പോൾ ഞാനും ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ പിള്ളേരാകുമ്പം കൂടുതലും പറയാറുണ്ടല്ലോ ഗെയിം കളിക്കൽ നിർത്ത് സൂക്ഷിക്കും എന്നൊക്കെ. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും പാരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇവൻ്റെ ഫീൽഡ് അതാണെന്ന് ഞാൻ എത്തിയപ്പം പിന്നെ ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഇവിടെ ഇവനെ സെലക്ട് ചെയ്തതിന്, ഈ ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തതിന് കമ്പനിയുടെ സിഇഒയോടും എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും നന്ദി പറഞ്ഞു. താങ്ക് യു. +2 കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എടുത്ത് എന്തിനാണെന്ന് എനിക്ക് ആക്ച്വലി വലിയ ഐഡിയ ഇല്ല. ഈ ഡിസൈനിങ് എന്താണെന്ന്, വെബ്സൈറ്റ് ആണോ ഗെയിമിംഗ് ആണോ എന്ന് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഒരു 3rd ഇയർ വന്നപ്പോൾ യൂണിറ്റി എനിക്ക് ഞങ്ങളുടെ കോഴ്സിലേക്ക് വന്നു. സോ അത് കഴിഞ്ഞപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ ഞാൻ ഇത് യൂണിറ്റി ഗെയിം പഠിക്കാനായിട്ട് നോക്കിയായിരുന്നു. അന്നേരം എനിക്ക് എമർജിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. സോ യൂഡമി കോഴ്സസ് അങ്ങനെ പലതും നോക്കി ഞാൻ പഠിക്കാൻ നോക്കി. പക്ഷേ കറക്റ്റായിട്ടുള്ള റിസോഴ്സസോ ഗൈഡ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് എനിക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തോ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കോളേജിലേക്ക് എമർജി വന്നു. അപ്പോൾ അന്ന് 2 വർക്ക്ഷോപ്പ് ഞാൻ കൂടി. പിന്നെ ഇൻ്റർവ്യൂ എന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഇവരുടെ ഒരു പാട്ടാവാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അന്ന് ഞാൻ ആ ഒരു ഇത്ര വർക്ക്ഷോപ്പിൽ കൂടെ പഠിച്ചതൊന്നും ഞാൻ വേറെ വീഡിയോസ് ഒന്നും കണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഗെയിമിംഗ് ഒന്നും ഞാൻ അങ്ങനെ കളിക്കാറുണ്ടില്ല കേട്ടോ. ഞാൻ കൂടി വന്നാൽ കളിക്കണ ക്യാൻഡി ക്രഷ്, അത് എന്നെ ലെവലൊക്കെ മുട്ടി നിൽക്കുക. അപ്പോൾ വേറെ ഇങ്ങനെ വലിയ ഗെയിമറൊന്നുമല്ല. പക്ഷേ എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണാം. സോ
എനിക്ക് അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് തന്നെ ഈ എമർജി ആയിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെ കടന്നുപോയി പിന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ നിന്ന് വന്നേക്കുന്ന എൻ്റെ അമ്മ. എനിക്ക് സാന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ +2 ആവുന്ന വരെ എനിക്ക് അവൾ എൻജിനീയറിങ്ങിലേക്ക് പോകുമെന്ന് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇതിലേക്ക് തിരിഞ്ഞതും. പിന്നെ അന്നൊക്കെ ഫോണെടുത്തും ഗെയിം കളിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എടുത്ത് തല്ലിപ്പൊട്ടിക്കുന്നു. പിന്നെ അവളുടെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം ഗെയിം ഡെവലപ്പ് കോഴ്സ് എടുത്ത് പഠിച്ചു. അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അവളുടെ ചേച്ചി ഞാനും പറഞ്ഞു. അമ്മ അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ വിടുക, അപ്പോൾ അതിൽ അവളൊരു കരിയർ ഉണ്ടാക്കട്ടെ എന്നാണ് ഞങ്ങൾക്കുടെ ഒരു ആഗ്രഹം. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഇവിടെ എല്ലാവരും കാണും, നിങ്ങളുടെ കൂടെയൊക്കെ എല്ലാം വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതുവഴി അവളുടെ ഒരു ജീവിതം മെച്ചപ്പെടാനും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരെയും കണ്ടതിനും സന്തോഷം. പിന്നെ ഞാൻ ഈ ഓഫീസിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി അറ്റ്മോസ്ഫിയറും ഒക്കെ. ഇവിടെ ഒന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരും ബ്ലാക്കൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ തന്നെ ഒരു ഐഡിയ മനസ്സിലായി എങ്ങനെയാണ് കമ്പനിയൊക്കെ പോകുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു ചെറിയൊരു സന്തോഷത്തിൽ എൻ്റെ ഫാമിലിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതിലേക്ക് വളരെയധികം സന്തോഷം. സോ താങ്ക് യു എമർജി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ബേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, മേ ബി അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് സ്റ്റേറ്റ്, മേ ബി ഇൻ ദ കൺട്രി ഉള്ളതിൽ ഏറ്റവും യങ്ങസ്റ്റ് പ്രോജക്ട് മാനേജറാണ്. ആൾക്കാകെ 22 വയസ്സായിട്ടേ ഉള്ളൂ. ബട്ട് ഹീസ് ഹാൻഡ്ലിങ് 1 or 2 പ്രോജക്ട്സ് റിയലി വെൽ. അടിപൊളിയായിട്ട് നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാറുണ്ട്. സോ അഗൈൻ എബിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് ബേസിൽ. ഓക്കെ, സോ ബേസിൽ യു വിൽ ഓൾസോ ബി പാർട്ട് ഓഫ് എബിൻ്റെ ടീമിൽ പാർട്ടായിട്ടുള്ളവരെല്ലാം യു വിൽ ബി റിപ്പോർട്ടിംഗ് ടു എബിൻ ആൻഡ് ബേസിൽ മോസ്റ്റ്ലി. സോ ബേസിൽ പ്ലീസ് വെൽക്കം. എൻ്റെ ബേസിൽ ഞാൻ ഇവിടെ അസോസിയേറ്റ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാനും ഇവിടെ തന്നെ 6 മാസം കോഴ്സ് എടുത്ത് പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ജോലിക്ക് കയറിയതാണ്. ജോലിക്ക് തന്നെ ഇവിടെ ഇൻ്റർവ്യൂവിലും എടുത്തില്ല, ഇൻ്റർവ്യൂവിൽ എടുക്കാണ്ട് ഇവർ തന്നെ ജോലിക്ക് എടുത്താണ്. അപ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കുന്നത്. ആദ്യമായിട്ടാണ് അപ്പോൾ ഞാനും ഗെയിമൊക്കെ ഒരുപാട് കളിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഫീൽഡ് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്നു ജോലി ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നെ ഇവിടെ എടുത്തു. ഇവരുടെ വിശ്വാസത്തിലാണ് ഞാനിവിടെ കയറി. പക്ഷെ എനിക്ക് എൻ്റെ ഫുള്ള് നല്ല ടാലൻ്റായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നെ വിശ്വസിച്ച് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. ആദ്യമായിട്ട് പ്രൊജക്റ്റ് ഒന്നും അങ്ങനെ എനിക്ക് അനലൈസ് അറിയത്തില്ല. മാം ജസ്റ്റ് ഒരു ഡെവലപ്മെൻറ്റോടെ രീതിയിൽ തന്നെ വന്നതാണ്. പക്ഷെ എന്നെ വിശ്വസിച്ച് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു സാറും. അത് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുക, പിന്നെ സെറ്റാവുക. വെൽക്കം ടു ദ ടീം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കോളേജിലൊന്നും വന്നിട്ടില്ല. ഞാൻ ക്ലാസ്സുകൾ എടുക്കാനധികം താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുപോലെ സംസാരിക്കാനും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇങ്ങനെ വലിയൊരു കൂട്ടത്തിനെ നോക്കി സംസാരിക്കാനും കുറച്ച് പേടിയുള്ള ഒരാളാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു 2 വർഷം മുന്നേ ഞാൻ ഇരുന്ന അതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിങ്ങളും ഇരിക്കണത്. ഞാനും ഇതേപോലെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ബിടെക്കാരന് ജോലി ഇട്ടോ എന്നുള്ള ചോദ്യം ചോദിച്ച് കേട്ട് ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയും ഒരു ജോലി വേണമെന്ന് കരുതി വന്നതാണ് എമർജി പോലെ. ഇപ്പോൾ ഒരു ജോബുണ്ട്, സാലറി ഉണ്ട്, ഒക്കെ അതൊക്കെ ഇവിടുന്ന് കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്ലസ് ആയിട്ട് ഞാൻ തോന്നുന്നത്, എല്ലാവരും എല്ലാതും അറിയുന്ന ആൾക്കാരല്ല, പക്ഷെ എല്ലാവർക്കും എന്തൊക്കെ അറിയാം. അപ്പോൾ അറിയണ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല ടീമായിട്ട് മാറും. ഇപ്പോൾ നിങ്ങളിപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ വന്നു, അപ്പോൾ കൂടുതൽ അറിയണ കാര്യങ്ങൾ വന്നു. ഇപ്പോൾ നിങ്ങളറിയണ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം, ഞങ്ങളറിയണ കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി നന്നാവുമ്പോൾ നമ്മുടെ ടീം കുറച്ചുകൂടി വലുതാവും, ടീം കുറച്ചുകൂടി നന്നാവും. അത് കമ്പനിക്ക് നല്ലതാണ്. കമ്പനി നന്നാവുമ്പോൾ നമ്മൾ നന്നാവും. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും വെൽക്കം. മോസ്റ്റ് സീനിയർ മെമ്പർ ഒരാളും കൂടെ ഉണ്ട്, ആർട്ടി. നമ്മുടെ ഗെയിം ആർട്ടിന്റെ ടീം ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് തൊട്ട്, അതായത് ഈ ടീമിന്റെ ഒപ്പം ആദ്യം തൊട്ടുള്ള ഒരാളാണ്. സോ വിഷ്ണു, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു യുവർ ടീം. എന്താ പറയുക, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ് ഇത് ബേസ് പറഞ്ഞ പോലെ 6 മാസം കോഴ്സ് എടുത്ത് വന്നതാണ് ഗെയിം യൂണിറ്റ് ഡെവലപ്മെൻറ്റ്. കൂടെ തന്നെ ആർട്ട് ഫീൽഡ് വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ കറണ്ട്ലി പ്രൊജക്റ്റൊക്കെ ആർട്ട് നോക്കുന്നുണ്ട്, പ്ലസ് കസിനോടെ ഡിസൈൻ കോഡിങ് ചെയ്യുന്നുണ്ട്. എമർജിയെ പറ്റി പറയുമ്പോൾ യൂഷ്വലി പുറത്തെ ഒരു ഓഫീസാണെങ്കിൽ കമ്പനി ആണെങ്കിൽ അവർ സീനിയേഴ്സ് ജൂനിയേഴ്സ് ഉണ്ട്. പക്ഷേ എമർജിയിൽ
നിങ്ങൾ ഇനി കാണുമ്പോൾ അറിയുമ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഫ്രണ്ട്ലി ആണ്. അങ്ങനെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ഒന്നുമില്ല, എല്ലാവരും ഒരു ടീം പോലെയാണ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. താങ്ക് യു. വെൽക്കം ടു ടീം അഗൈൻ. അവർ കമ്പനി ഈസ് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ഹവ് നോട്ടീസ്ഡ് ഇവിടെ ക്യാബിൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. ബിക്കോസ് വി ഡോണ്ട് ബിലീവ് ഇൻ ഹൈറാർക്കി ആസ് സച്ച്. പക്ഷേ ഫ്ലോ ഓഫ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എൻ ഹൈറാർക്കി. ബട്ട് അതർ ദാൻ ദാറ്റ് ദർ വോണ്ട് ബി എനിത്തിങ് ആസ് സച്ച്. സീനിയർ ജൂനിയർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അത് അബിൻ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും വി ബിക്കം എ ഗുഡ് ടീം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ടും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്പൺ ഓഫീസ് കോൺസെപ്റ്റ് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. Okay, so once again guys, welcome to the team. There is one more person, Asu, again one of the youngest CHROs. ഇത്രയും പേരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 300+ ആൾക്കാരുണ്ട്. ഇത്രയും യങ് ആൾക്കാരെ മേയിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പേരൻസിന് 2 പിള്ളേരെ മേയ്ക്കാൻ തന്നെ പാടാണ്. ആ സമയത്താണ് അതുപോലുള്ള 300 പേര്. സോ ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി ഫോർ ദ പാസ്റ്റ് 1.5 years. ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്നും പല കാര്യങ്ങളും അറിയണ്ട. ഷീ വിൽ ഹാൻഡിൽ ഇറ്റ് ഓൺ ഹെർ ഓൺ. എല്ലാം ആ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇറ്റ് ഇസ് ഹെർ ടാലന്റ്. സോ അസു, പ്ലീസ് വെൽക്കം ദം. ഇവിടെ പഠിച്ചു കഴിഞ്ഞ ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അസു ഞങ്ങൾ ഇവിടെ എടുക്കോ. അങ്ങനെ വന്നുകൂടിയ കുറച്ച് പേരാണ് ഇവിടെ ബ്ലാക്ക് ഇട്ട് മുന്നിൽ എൻ്റെ അടുത്ത് ഇരിക്കണത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും സന്തോഷത്തോടെ ഒരു ഫാമിലി ടീം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ വാം വെൽക്കം ടു എമർജി ഗെയിംസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചെറിയ പാക്കറ്റ് ആണെങ്കിലും ഭയങ്കര പവർഫുൾ ഇമ്പാക്റ്റ് ആണ്. ഇവിടുത്തെ CFO ആണ്. ഹി ഹാൻഡിൽസ് ദ ഫിനാൻസ് ആൻഡ് എവറിത്തിങ്. സോ അരുൺ പ്ലീസ്. അരുൺ, ഞാനിവിടെ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന ഫിനാൻസ് കാര്യങ്ങളാണ്. ഞാനിവിടെ കമ്പനി തുടങ്ങിയപ്പോൾ ജോയിൻ ചെയ്തതാണ്. അന്ന് പസ് പറഞ്ഞ പോലെ അന്ന് മാമിൻ്റെ ഒപ്പം കൂടിയതാണ് ഞാൻ. കൂടുതൽ പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാവരും എല്ലാം പറഞ്ഞു. വെൽക്കം ഓൾ, താങ്ക് യു. സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് തോന്നിയത് നിങ്ങളെയാണ്. ഇനിഷ്യൽ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമ്മൾ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് നല്ല പിള്ളേരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഞങ്ങൾ ലൈക്ക് ഫസ്റ്റ് സെഷൻ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഇവരെന്തൊക്കെയോ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നല്ല ഇനിഷ്യേറ്റീവ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളത്. സോ അതേ വൈബിൽ തന്നെ ഞങ്ങൾ ഒരുപാട് റൗണ്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡേറ്റ് മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് റൗണ്ട് മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും നോക്കിയിട്ടും ലൈക്ക് നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത 6 പേർക്കും 6 തരത്തിൽ അല്ല ഒരേ തരത്തിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 6 ഓഫറും ആക്ച്വലി റിലീസ് ചെയ്തത്. അന്ന് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ സെലക്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ വന്നിരുന്നത്. ബട്ട് 6 പേരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ വരാൻ പോകുന്നത് വൺ ഓഫ് ദ അടിപൊളി ഒരു ടീമിലേക്കാണ്, നമ്മളെ ഗെയിമിംഗ് ടീമിലേക്കാണ്. സോ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഗ്രോത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത് 100% അഷ്വേർഡ് ആണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഒഫീഷ്യലി വെൽക്കം യു ഓൾ. ഇതൊക്കെ സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുക. സോ വളരെ സൂക്ഷ്യം കണ്ടും മാത്രം ഇടപെടേണ്ട ഒരാളാണ് ഞാൻ. ഫാക്റ്റാണ് പറയുന്നത്, അവരുടെ ഫാക്റ്റ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, സോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എല്ലാവരോടും നല്ലതായിട്ട് സംസാരിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീക്രറ്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അമൃത നമ്മുടെ സീനിയർ ബിസിനസ് ലീഡാണ്. സോ പ്ലീസ് കം ആൻഡ് വെൽക്കം ദം ടു ദ ടീം. സത്യം പറഞ്ഞാൽ നിങ്ങൾ കോഴ്സിനായിട്ട് ജോയിൻ ചെയ്യേണ്ട പിള്ളേരാണ്. നിങ്ങളിവിടെ റിക്രൂട്ട് ചെയ്തതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഓക്കെ, പക്ഷേ ഹാപ്പിയാണ്. ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഹാപ്പിയാണ്. വെൽക്കം ടു ഓൾ. എൻ്റെ പേര് അമൃത. എല്ലാവരും പറഞ്ഞതുപോലെ ഞാനിവിടെ പഠിച്ചതാണ്. മാമിൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോഴും മാമിൻ്റെ കൂടെയാണ്. മാമിൻ്റെ എല്ലാമാണ്. ഓക്കെ, വെൽക്കം. പ്രത്യേകിച്ച് പറയണമെന്നില്ല, നിങ്ങളെ പോലെ തന്നെ ഇവിടെ പഠിച്ച് അല്ല ഇവിടെ 6 മാസം പഠിച്ച് പ്ലേസ് ഒരാളാണ് നിങ്ങൾ പറയുന്നത്. സോ വെൽക്കം. തന്നെ വേറൊന്നും പറയാനില്ല. ഗെയിം ടീമിലേക്ക് വരും പറയാം. ഞങ്ങൾ ഗെയിം ടീമാണ്, കമ്പനിയായിട്ട് നിൽക്കുക. സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നില്ല, എല്ലാവരും കമ്പനിയാണ്.
മാം ഈ പറയുന്ന പോലെ ഓഫീസിൽ വരാൻ വളരെ മടിയുള്ള ഒരാളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ച് സമയം പോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും വരും. ഹായ് ആൾ, എല്ലാവരും നല്ല പരിചയമുണ്ട്. അതിപ്പം ഇവിടെ ഇരിക്കുന്ന പാരൻസ് ഒഴികെ എല്ലാവരും നല്ല പരിചയമാണ്. അങ്ങോട്ട് പാരൻറ്റ്, അതുകൊണ്ടാണ് ഒരുപാട് ഈ പറഞ്ഞ പോലെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഫാമിലി, ഒരു കുഞ്ഞുണ്ട്, സെക്കൻഡ് സ്റ്റാൻഡേർഡാണ്. അങ്ങനെ ഒരു നോർമൽ ലൈഫിലെ ഒരു നോർമൽ വുമൻ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ദിവസം ഈ ബിസിനസ്സിലോട്ടൊക്കെ വന്ന് വീഴുമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നത് ഇങ്ങനെ ബിസിനസ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, വിപ്രോയിലായിരുന്നു. അതിനുശേഷം സ്ട്രെസ്സ് കാരണം ജോലി റിസൈൻ ചെയ്ത് അങ്ങനെ ഇരുന്ന സമയത്ത് ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്ന ഒരു വഴി. ഭയങ്കരമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നില്ല, കയ്യിൽ കാശുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഞാൻ മാത്രം. അങ്ങനെ ഗെയിമറല്ല, ഗെയിം കളിച്ചിട്ടേ ഇല്ല, ഈ പറഞ്ഞ ക്യാൻഡി ക്രഷ് പോലും കളിച്ചിട്ടില്ല. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് HR-ലായിരുന്നത് കൊണ്ട് ആ ഒരു പീപ്പിൾ മാനേജ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് ബിസിനസ്സായി തുടങ്ങുമായിരുന്നു. പക്ക സ്റ്റാർട്ടപ്പ് വിത്ത് 300 to 400 people around me. ലൈക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തത് 3 പേരിലാണ്. ഞാൻ എപ്പോഴും പറയും 3 സീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പിന്, എല്ലാ സ്റ്റാർട്ടപ്പിനും ഉണ്ടാവും കുറേ നഷ്ടത്തിൻ്റെ കഥകൾ പറയാൻ. അതുണ്ടായിരുന്നില്ല, ഇതുണ്ടായിരുന്നില്ല, പിന്നെ ഒരു ടെക്നിക്കൽ പേഴ്സൺ അല്ല ഞാൻ, HR ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിൻ്റെ കഥ പറയാൻ എനിക്കില്ല. കാരണം എനിക്ക് കിട്ടിയതെല്ലാം ലാഭം മാത്രമാണ്. അത് എല്ലാ തരത്തിലും ഈ ഇരിക്കുന്നതെല്ലാം എൻ്റെ അസറ്റും എൻ്റെ പ്രോഫിറ്റുമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് ഒരിക്കലും ഒരു നഷ്ടം തോന്നിയിട്ടേ ഇല്ല. അതാത് സമയത്ത് ഈ ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതിപ്പോൾ രാവിലെ കാപ്പിക്ക് എന്തുണ്ടാക്കണം എന്ന് ഓർത്ത് തന്നെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാർ. ടെൻഷനൊക്കെ ആവശ്യത്തിനുണ്ടായിട്ടുണ്ട്. ആ ടെൻഷൻ്റെ റിസൾട്ട് ഇന്ന് വരെ നെഗറ്റീവ് ആയിട്ടില്ല. കാരണം ദീസ് ഓൾ ആർ മൈ ടീം. ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ ടെക്നിക്കലായിട്ടാണോ, ഫിനാൻഷ്യലായിട്ടാണോ, മെൻ്റൽ സപ്പോർട്ടാണോ, എന്നും ചെയ്യുന്ന ഒരു ടീം. അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ട്രെയിനിങ് ചെയ്യുന്നത്. നമ്മൾ ഇത് പെയ്ഡ് ട്രെയിനിങ് ആയതുകൊണ്ട്, കാശിൻ്റെ വിലയുള്ളത് കൊണ്ട് നമ്മൾ അതിനകത്ത് 100% പ്ലേസ്മെൻറ്റ് നമ്മൾ പുറത്തേക്ക്, നമുക്ക് വേറൊരു ടീമുണ്ട്. അത് കാരണം അവരെത്ര രൂപ ഇവിടെ മുടക്കുന്നുണ്ടോ അതിൻ്റെ ഡബിള് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പോയവർക്കും കൊടുത്തിട്ടുണ്ട്. സോ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും കാശുണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ കമ്പനിയുടെയും ഉദ്ദേശം. ഞാൻ ആളുകളെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ആളുകളെ മാത്രമാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. വിശ്വജ്യോതിയിൽ ഇത്രയും പേരെ സെലക്ട് ചെയ്യാനുള്ള കാരണം, നമ്മൾ ഇൻ്റർവ്യൂ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനകത്ത് കുറച്ച് പേര് ഞാൻ തന്നെയായിരുന്നു HR ചെയ്തേച്ചത്. ഞാൻ HR ചെയ്ത എല്ലാവരെയും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി HR ചെയ്തപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓഫർ ഒരു പ്രാവശ്യം ഹോൾഡ് ചെയ്തു, അതിനുശേഷം വീണ്ടും റിലീസ് ചെയ്തു. ഈ ഫസ്റ്റ് ഇൻ്റർവ്യൂ നവംബറിൽ വന്ന അതിനേക്കാൾ ഇപ്പം ഈ ലാസ്റ്റ് മന്ത് വന്ന ആ ഗ്രാഫ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ടെക്നിക്കൽ സ്കില്ലും ആ 2 മാസം കൊണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. ആറ്റിറ്റ്യൂഡിലും ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. പിന്നെ ഇരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഭയങ്കര അംബിഷ്യസ് ആണെന്ന് തോന്നി, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് തോന്നി. ഞാൻ എപ്പോഴും ഈ വേർഡ് പറയാത്ത ഒരു ദിവസം പോലും ഞാൻ ഇവിടെയില്ല. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര സ്കില്ലുള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പക്ഷെ നന്നായി ടൈം ഇടുന്നവരാണ്. ടൈമും എഫേർട്ടിനും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഒരു 300 to 400 പേരുണ്ടെങ്കിലും ഒരു 500-ൽ കൂടുതൽ ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. വന്നു പോയതിൽ ഒരു ബാച്ചിൽ 2-3 പേരൊക്കെയാണ് സെലക്ട് ആവാറുള്ളത്. അങ്ങനെ നമ്മൾ വളരെ ചൂസി ആയിട്ട് പിക്ക് ചെയ്തെടുത്തതിൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഓരോരുത്തരും ടെക്നിക്കലി സ്കില്ല് നോക്കിയെടുത്ത ഒരാൾ പോലും ഇതിനകത്തല്ല. കാരണം ഇത് 100% ഫ്രഷേഴ്സ് മാത്രമുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഞാനൊഴികെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് സ്കില്ല് നമ്മൾ ഇവിടെ ഇരുന്ന് ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇവിടെ ഇരുന്ന് ആ സാധനം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്ന് വന്നിരിക്കുന്നവർക്കറിയാം ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫീസും ഒക്കെയാണ്. ഇതിന് മുന്നേ ഉള്ള ഞങ്ങളുടെ ഏത് ഓഫീസ് എടുത്ത് നോക്കിയാലും ഒരാൾക്കൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ടായിരുന്നില്ല.
ഒരാൾ എണീറ്റ് പോകുമ്പോൾ അടുത്ത ആൾ വന്നിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ഓഫീസിൽ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ അവിടെ ഒരു 16 സീറ്റ് എടുത്തിരുന്നു. നമ്മൾ 16 സീറ്റ് എടുത്ത സമയത്ത് നമ്മുടെ സ്ട്രെങ്ത് 110 ആയിരുന്നു. 110. സോ നമ്മുടെ ഗെയിമിംഗ് സെർവറും കാര്യങ്ങളൊക്കെ സിംഗപ്പൂരാണ്. യൂസ് ടു ട്രാവൽ സിംഗപ്പൂർ. കാരണം ഇതൊക്കെ ചെയ്ത് പഠിച്ച ആൾക്കാരാണ്. ആ സമയത്ത് ബാസി, അസു, അരുൺ, അമൃത ഇവരാണ് പഴയ ഏറ്റവും ഫസ്റ്റ് ടീമിലുണ്ടായിരുന്നത്. ഇവർ 4 പേരായിരുന്നു. 16 സീറ്റിൽ 110 പേര് റോള് ചെയ്യുമായിരുന്നു. 8 മണിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. 8, 10 ഒരാൾ ആ ഒരു ബാച്ച് തീരുമ്പോഴത്തേക്ക് അസു വരും, ഇറങ്ങി അടുത്ത ആളെ കയറ്റണം. 16 സീറ്റിൽ നമ്മളന്ന് 110 പേരെ മാനേജ് ചെയ്തു. അതിനുശേഷം ഗെയിമിങ്ങിൽ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബെനിനാണ്. ബെനിൻ വന്ന് ഗെയിമിന് പ്രോഡക്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ടെക്നിക്കൽ ട്രെയിനിങ് വൈസ് ആണെങ്കിൽ ഇപ്പോഴും വിശ്വജ്യോതിയിലോട്ട് നമ്മൾ വന്നപ്പോഴും അവിടുത്തെ കുട്ടികളനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും ഓരോന്നും കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ റെസ്പോൺസ് കിട്ടുന്ന അനുസരിച്ചിട്ട്. അങ്ങനെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിൽ 1 കോടി രൂപ ഉണ്ടാക്കാം, 10 വർഷത്തിൽ 100 പേരെ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു പ്ലാൻ ഇന്നുമില്ല അന്നുമില്ല. കാരണം എപ്പോഴും ഞാനിവിടെ പറയും, കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കമ്പനി ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പെൻസ് ചുരുക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാന്നല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക. അതായത് നമുക്ക് എന്നും ചിലവ് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ചിലവ് ചുരുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നില്ലെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കൂടുതൽ ഏൺ ചെയ്യാം. 2 കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ ഏർണിംഗ് തന്നെയാണ്. എന്തെങ്കിലും ഏൺ ചെയ്താലേ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ടൈമും എഫേർട്ടും മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഇനി ഇത് പറയാതെ പറ്റത്തില്ല, ഇവിടെ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ ഇന്നിരിക്കുന്നതിൽ വളരെ ചുരുക്കമാണ്. സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാരും ഇന്ന് എമർജോലില്ല, തുടങ്ങിയവരാണെങ്കിലും. കാരണം നമുക്ക് ഒരാൾ വന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ച വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണോ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ കരിയർ ആയിരിക്കില്ല ഗ്രോത്ത് ആകുന്നത്. മേ ബി സാലറി 1 point it will stop. അതേസമയം ജോലിക്ക് വേണ്ടിയും ആ കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ അതിനകത്ത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സാലറി വിൽ ഇൻക്രീസ്. അല്ലാത്തവർ കമ്പനിയിൽ നിന്ന് നമ്മളായിട്ടും പറഞ്ഞു വിട്ടിട്ടുണ്ട്, എക്സിറ്റ് ആയിട്ടുമുണ്ട്. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ 300 പേര് വന്നാലും 3000 പേര് വന്നാലും നമുക്ക് ജീവിക്കാനുള്ളത് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുക, ജീവിക്കുക, രക്ഷപ്പെടുക, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായത് ഈ ഒരു എമർജിയോ കൊണ്ട് മാത്രമാണ്. അപ്പോൾ എമർജിയോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും CEO ആണെന്ന് വിചാരിച്ചിട്ട് ഇത് എൻ്റെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരും എത്ര പറഞ്ഞാൽ എനിക്കത് മതിയാവത്തില്ല. കാരണം ഇതിനകത്ത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി മൊത്തവും ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് തന്നെ ഏൺ ചെയ്ത് ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇതൊരു സ്വർഗം പോലെ കൊണ്ടു നടക്കുന്നത് ഇവിടുത്തെ കുട്ടികൾ മാത്രമാണ്. ഈ കുട്ടികൾ 8 മണിക്കൂറും 10 മണിക്കൂറും 14 മണിക്കൂറും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. എല്ലാവരും ഒന്ന് ശരിക്കും ഇരുന്ന് സംസാരിക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടാറില്ല. ഞാൻ വരുന്നുണ്ടോ, ഞാൻ വരുന്നില്ലേ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഞാൻ 18 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മാനേജർ ലീവാണെന്ന് അറിഞ്ഞാലൊരു സന്തോഷമാണ്. ഇന്ന് ആ മുഖം കാണണ്ടല്ലോ, അല്ലെങ്കിൽ ലീവാണോ, ഇനി 10 ദിവസം ഇവിടെ ഉണ്ടാവില്ലേ, ട്രാവലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഉപകാരമോ ഉണ്ടെങ്കിലും അതൊരു മാനസിക സന്തോഷമാണ് വർക്ക് ചെയ്യുന്ന കാലത്തോളം. പക്ഷേ ഇവിടെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, എന്താ വരാത്തത്, വരത്തില്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും വീട്ടിൽ വന്നിട്ട് ഒന്ന് കയറിയിട്ടേ പോകത്തുള്ളൂ. കാരണം ഓൾവേസ് വി ആർ ഓൺ ടച്ച് ആൻഡ് വി ആർ ലൈവ്. കാരണം നാളെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഫാമിലി ഉണ്ട്, നല്ലൊരു കുഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഫ്രം എവ്രി വൺ. പക്ഷെ ഇന്ന് വരെ എന്നെ എല്ലാ തരത്തിലും സഹിച്ചിട്ടുണ്ട്, എന്നെ എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ചുരുക്കം ദേഷ്യപ്പെടേണ്ടതോ അല്ലെങ്കിൽ അൺവാണ്ടഡ് മീറ്റിങ്സ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നടന്നിട്ടുള്ളത് ജോലി മാത്രമാണ്. പിന്നെ ആവശ്യത്തിന് കെയറിങ് ഉണ്ട്, ആവശ്യത്തിന് ഷെയറിങ് ഉണ്ട്, ആവശ്യത്തിന് ലവ് ഉണ്ട്. കാരണം ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്തിരിക്കും. സോ ഹയസ്റ്റ് സാലറി 1.5 year സ്റ്റാർട്ടപ്പാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത് 1.5 lakhs ആണ്. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ 1.5 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തേക്കുന്ന മാക്സിമം സാലറി. ആൻഡ് ദ മിനിമം സാലറി ഹൂസ് കംപ്ലീറ്റഡ് അറൗണ്ട് 1 year, ഇറ്റ് ഇസ് 35 മിനിമം. ദാറ്റ് ഇസ് ദ സാലറി റേഞ്ച്.
അപ്പം ഒരു സ്റ്റാർട്ടപ്പായിട്ട് നമ്മളിതിങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് ഓരോരോ സിറ്റുവേഷനിൽ, അത് 15 വാങ്ങിച്ച് 20 മേടിച്ച് 25 മേടിച്ച് ഇത് തുടങ്ങിയ സമയത്താണ് പറയുന്നത്. ഇന്ന് വരുന്ന ആൾക്കാർ ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്, ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഇന്നലെ വരെ ഇതിനകത്ത് ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും കൊണ്ട് മാത്രമാണ് ഒരു കമ്പനി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാലോ, ഒരു കമ്പനി രക്ഷപ്പെടുന്നതും രക്ഷപ്പെടാതിരിക്കുന്നതും അവിടുത്തെ റിസോഴ്സും കൊണ്ട് മാത്രമാണ്. 1000 പ്രോജക്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എത്ര രൂപ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് യൂസ്ഫുള്ളായിട്ട് ആ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു ജോയിൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് ഒരു 3 പേര് വന്നു, 6 പേര് വന്നു, അതങ്ങനെ അങ്ങനെ 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 വളർന്ന് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ആരൊന്ന് ഷെയ്ക്കായാലും ഇത് മൊത്തത്തിൽ താഴോട്ട് വരും. അത് അങ്ങനെ ഒരു ഷെയ്ക്ക് ഇന്ന് വരെ ഇവിടെ ഉണ്ടാവാത്തത് അതിനകത്ത് നിങ്ങൾ ഓരോരുത്തരും ആയതുകൊണ്ടാണ്. അതത്രേ ഉള്ളൂ. അതായത് ഒരു CEO ആവാനോ കമ്പനി രജിസ്റ്റർ ചെയ്യാനോ ഒരു ബിസിനസ് ഇത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാമല്ലോ. ഇത് ഈ പറയുന്ന പോലെ ബിസിനസ് അത്ര വലിയ ഹെക്ടിക്കാണ്. ഒരു കുറേ കാശുള്ളവർക്ക്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതൊക്കെ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അങ്ങനെ എനിക്ക് തോന്നില്ല. 4 പേര് കൂടെ നിൽക്കാനും ആർക്കും എന്തും ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനെ ഒരു ബിസിനസ്, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു നല്ല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നല്ല ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടോ എന്തെടുത്ത് നോക്കിയാലും നമ്മൾ പഠിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും വെച്ച് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാനുള്ള യാതൊരു കാര്യവും ഒരു ബിലോ 50% മാത്രമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ എല്ലാ കുറവുകളും, ഞാനൊരു ഇനിഷ്യേറ്റീവ് പറഞ്ഞാൽ, ഒരു സാധനം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് ചെയ്യാൻ ആൾക്കാർ കൂടെയുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു എലമെൻ്റ് ഉണ്ട്. അതിന് എന്ത് വിളിക്കണം എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. കാരണം ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു കമ്പനീനെ ഇത്രയും നന്നായിട്ട്, അതായത് 1.5 വർഷത്തിൽ 400 പേര് ഇത്ര റവന്യൂ, ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. കാരണം പിന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. കാരണം ട്രെയിനിങ്ങിന് ഇവിടെ ആവശ്യത്തിന് പിള്ളേരും ഉള്ളത് കൊണ്ട് അന്ന് ആ മൊമെന്റിൽ നമ്മൾ തീരുമാനിക്കുമായിരുന്നു നമുക്ക് കുറച്ച് പേരെ എടുക്കാം എന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ച് ഇനിയിപ്പോൾ ഇതിനകത്ത് നല്ലത് വന്നാലും ചീത്ത വന്നാലും ഏത് പ്രോജക്റ്റ് എടുക്കുമ്പോഴാണെങ്കിലും വി വിൽ സ്റ്റാൻഡ് ടുഗെദർ. ഞാൻ എപ്പോഴും ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ തന്നെ എല്ലാവരും ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അങ്ങനെ എന്തിനും നിഷ മാമിൻ്റെ കൂടെ നിൽക്കുമോ? അപ്പം ഇവർ പറയണം, നാളെ കൊണ്ടുപോയി തട്ടുകട ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അടുപ്പ് കത്തിക്കും, ഒരാൾ ദോശ ഉണ്ടാക്കും, ഒരാൾ സെർവ് ചെയ്യും. ദാറ്റ് ഇസ് ദ പോളിസി വിച്ച് വി ഡു ഹാവ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് 2 കാര്യങ്ങളാണോ വേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയും. ഒന്ന്, നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവണം, നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. ഓക്കെ, അതിന് റിസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അത് ഡിസിഷനാണ്, അത് തീരുമാനമാണ്. എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണം, സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഓരോരുത്തരുടെയും മുഖത്ത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഋത്വിനെ തന്നെയാണ് കാണാറുള്ളത്. എനിക്ക് അതിനപ്പുറത്തോട്ട് ഭയങ്കര ബോണ്ടിങ് ആണ് എല്ലാവരോടും. എനിക്ക് ഈ കമ്പനിയിലോ എവിടെയാണെങ്കിലും നന്നായിട്ട് രക്ഷപ്പെട്ട് കാണണം, എന്നും ആ ബന്ധം ഉണ്ടാവണം. കാരണം കരിയറും കൾച്ചറും അതൊക്കെ നമ്മൾ ഇനി എങ്ങനെയാണ്, നമ്മുടെ തലയിൽ എന്താണെന്നുള്ളത്, ഇപ്പം ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്താണെങ്കിലും നല്ലൊരു പ്രൊഫഷനിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് 10 വാങ്ങുന്നതാണോ 5 മേടിക്കുന്നതാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടം വരെ എത്തിപ്പെടുക എന്നുള്ളത്, നമ്മൾ താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ മേളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പാരൻസ് ഉണ്ടാവണം, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല ഗൈഡൻസ് തരാൻ ആൾക്കാരുണ്ടാവണം, നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ടോ നോൺ ടെക്നിക്കൽ സപ്പോർട്ടോ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. അങ്ങനെ അതുണ്ടായിരിക്കണം ഇതുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവനവൻ്റെ സ്കില്ലും അവനവൻ്റെ ആവശ്യങ്ങളും അനുസരിച്ച് കുറേ സാധനങ്ങൾ വേണം. ദ ഫസ്റ്റ് തിങ്, attitude. If you don't have that attitude to grow, accept people. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രമായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടി അക്സെപ്റ്റ്. ഇതൊരു ചെറിയ ഇതായിരിക്കാം. ഐ പ്രൂവ്ഡ് ദാറ്റ്സ് വാട്ട് യു പീപ്പിൾ ആർ ഹിയർ. ഇതിനകത്ത് പല കുഴപ്പങ്ങളുള്ള, പല രീതിയിലുള്ള, പല കാര്യങ്ങൾ പറയുന്ന പല ആൾക്കാർ ഇതിനകത്തുണ്ട്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പലതരത്തിൽ. പക്ഷെ നമുക്ക് എല്ലാവരുടെയും സന്തോഷം ഒന്നാണ്, ഒരു ജോലി ഉണ്ടെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ എൻ്റെ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഇവിടെ ഉള്ളവരുടെ ഓരോരുത്തരുടെ കാര്യങ്ങളും നോക്കാൻ പാകത്തിന് എൻ്റെ കയ്യിൽ ആ ഒരു ഏർണിംഗ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ പ്ലസ് എന്ന് പറയുന്നത്. ആ ഏർണിംഗ് ഉള്ളത് നിങ്ങളുള്ളത് കൊണ്ടും നിങ്ങളുടെ സ്കില്ലുള്ളത് കൊണ്ടും അതിനെ നിങ്ങളായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരെയും നിങ്ങളെപ്പോലെ തന്നെയാണെന്ന് വിചാരിച്ച് അക്സെപ്റ്റ് ചെയ്യുക. ഇന്ന് വരെ ഈ കൂടെ ഉള്ളവരെ ഒരു കംപ്ലയിൻസും പറയാൻ ഇന്ന് വരെ ഇവിടെ കേട്ടിട്ടില്ല. ഹോണസ്റ്റ്ലി ഐ ആം സേയിങ്, ഒരു ടീമിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാതെ
നമ്മുടെ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാറുണ്ട്. അല്ലെങ്കിൽ ഒരിത്തിരി 1000 രൂപ 2000 രൂപ സാലറി കൂടുതൽ കിട്ടിയാൽ ഇറങ്ങാറുണ്ട്. പക്ഷേ ഈ ഇറങ്ങിയവരെ ഇന്ന് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാലറി ഇന്ന് ഇവിടെ ഉള്ളവർ ഏൺ ചെയ്യുന്നുണ്ട്. കാരണം കൂടെ നിന്നാൽ ഒരുമിച്ച് രക്ഷപ്പെടാം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനൊരു സ്കെയിൽ പറയാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിലുണ്ടോ അത് നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇത് ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ടോ അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നമ്മളുണ്ടാക്കുന്നതാണ്. ഈ പേരും ഈ നാളും ഈ സ്റ്റാറ്റസും ഈ കമ്പനിക്ക് എന്തൊക്കെയുണ്ടോ അത് ഇതിനകത്തോട്ട് ഇനി വരാൻ പോകുന്നവരാണെങ്കിലും ഇതുവരെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും കൂടുതൽ നാൾ ഇവിടെ നിന്നവർക്ക് കൂടുതൽ പ്രയോറിറ്റി, ഇന്നലെ വന്നവർക്ക് അതൊന്നുമല്ല. ഓരോരുത്തർ വരുമ്പോഴാണ് ഇത് ഗ്രോ ആകുന്നത്. അല്ലാതെ എമർജിക്ക് ഒരു ബേസ് ഇല്ല. നല്ല ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ്. അതിനകത്ത് ഇപ്പം ഉള്ളതിലെല്ലാവരും ഒരു തരത്തിലുള്ളെങ്കിൽ മറ്റൊരു തരത്തിൽ ഫസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പം ഡേറ്റാ സയൻസ് വന്നപ്പോൾ ഷിബു ഫസ്റ്റ്, റിയാക്ട് വന്നപ്പോൾ മോഹിത് ഫസ്റ്റ്, എല്ലാം അത് ഇപ്പം ഇരിക്കുന്നതിൽ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാരണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് തന്നെ ഫാക്ട്. അതിനകത്ത് നിങ്ങൾ തരുന്ന ഒരു സാധനമാണ് അത്. സീരിയസ്ലി ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. അത് നിങ്ങളുടെ ട്രസ്റ്റ് ആണോ, നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണോ, നിങ്ങളുടെ സ്നേഹമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോട്ട് നിങ്ങൾ ഇടുന്ന ഒരു വളരെ പ്യുവറായിട്ടുള്ള യാതൊരു കളങ്കവും ഇല്ലാത്ത വളരെ, അതായത് നിങ്ങളെല്ലാം ഫ്രഷ് മൈൻഡോട് കൂടി ആ ഫ്രഷ്നെസ്സോട് കൂടി നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സാധനം എമർജിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഫീല് ഈ എമർജിയോയ്ക്കുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ഈ 1.5 വർഷത്തിൽ വരാത്തതൊന്നുമില്ല, അതൊക്കെ സത്യമാണ്. പക്ഷെ അതെല്ലാം വന്ന പോലെ പോയി. എന്നും ഗ്രോത്ത് മാത്രം എങ്ങനെ എമർജിയോയ്ക്ക് വരുന്നു എന്നുള്ളത് പലരെന്നോട് ചോദിച്ചിട്ടുണ്ട്. കൂടെയുള്ള കോ ഡയറക്ടേഴ്സ്, അത് മീൻസ് ഇവിടെ ഞാൻ മാത്രമുള്ളൂ ഇൻവെസ്റ്ററായിട്ട്. വേറെ കമ്പനി ഇൻവെസ്റ്ററായിട്ടും CEO ആയിട്ടും HR ആയിട്ടും ഒക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരാളും ഇതിനകത്ത് എമർജിയോയിലില്ല. പിന്നെ ഉള്ളത് നിങ്ങളാണ്. അപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു ബോണ്ടിങ്, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന പ്രോഡക്ട്സ്, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ക്ലയൻസ്, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന പോസിറ്റീവ് വൈബ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. പിന്നെ ഇന്ന് തന്നെ കണ്ടില്ലേ ഇത്രയും സമയം നമ്മളിവിടെ ഇതുപോലെ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്ന ഒരു കമ്പനിയാണ് ഇവിടെ. ഒരുപാട് ഡിലേ വരുന്നൊരു കമ്പനിയാണ്. പക്ഷേ ഇന്ന് വരെ ഒരു പ്രോഡക്റ്റ് ഡിലേ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഡിലേ ആയിട്ടോ അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. നമ്മളെല്ലാം ആവശ്യത്തിന് സമയമെടുത്ത് നമ്മുടെ സമയം കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. വി ഓൾവേസ് എൻ്റർടൈൻ അവർ സെൽഫ്. പക്ഷേ ഓണർഷിപ്പ് ഇവിടെ ഇരിക്കുന്നവർ, പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു എനിക്ക് ലീഡേഴ്സിനെ മാത്രം മതി. കാരണം എനിക്കിതിൻ്റെ താഴെ ടീമിനെയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് ലീഡേഴ്സിനെ മതി. ഒരു ലീഡർ എപ്പോഴും ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ വരുമ്പോൾ എനിക്ക് ഗുഡ് മോർണിംഗ് പറയുക, എന്നെ പ്രീതിപ്പെടുത്തുക. ബിക്കോസ് ആദ്യത്തെ ലീഡർ ഞാൻ തന്നെയാണല്ലോ. അപ്പം ബീങ് എ ലീഡർ, എനിക്ക് ലീഡേഴ്സിനെ ജനറേറ്റ് ചെയ്താൽ മതി. എനിക്ക് ഫോളോവേഴ്സ് വേണ്ട. മാം പറഞ്ഞു ചെയ്തു, മാമിന് ഇഷ്ടമുള്ളത് ചെയ്തു, മാമിന് ഇഷ്ടമല്ല ചെയ്യത്തില്ല, ഇതൊന്നുമല്ല. ഇന്നത്തെ ഈവൻ്റ് ഉൾപ്പെടെ ഒന്നും ഇപ്പം ഞാൻ അറിയാറില്ല. ഐ ഓൺലി വോണ്ട് ലീഡേഴ്സ് എന്ന് ഒരു കാലത്ത് ഞാൻ പറയുമായിരുന്നു. നൗ ഹോണസ്റ്റ്ലി ഐ എം സെയിങ് ഐ ഓൺലി ഹാവ് ലീഡേഴ്സ് നൗ. ഇവിടെ ലീഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ അയാളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്തോട് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. സോ എല്ലാ തരത്തിലും പുതിയതായിട്ട് വരുന്നവരോടും നല്ല ലേണിങ്ങും നല്ല ഏർണിങ്ങും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരാൾ വിചാരിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു സൈൻ ഇട്ട് കൊടുത്ത് കമ്പനി ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റും. പക്ഷെ ഒരു കമ്പനീനെ കമ്പനിയാക്കാൻ നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ. വി വോണ്ട് ടു പ്രൂവ് സംതിങ് മോർ. വി വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് TCS ആയിട്ടോ വിപ്രോ ആയിട്ടോ അവിടെ ഒരു ഐഡൻറ്റിറ്റി ബ്രാൻഡിലാണ് തന്നേക്കുന്നത്. ഒരിക്കലും എംപ്ലോയി എംപവർമെൻറ്റിലോ ആ വിപ്രോ ഉണ്ടാക്കിയ വിപ്രോയുടെ ബ്രാൻഡാണ്. അതിനകത്തുള്ള എല്ലാ എംപ്ലോയീസും ഹാപ്പി ആണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് 10 പേരുള്ള കമ്പനി ആണെങ്കിലും 100 പേരുള്ള കമ്പനി ആണെങ്കിലും 1000 പേരുള്ള കമ്പനി ആണെങ്കിലും ഓരോരുത്തരും ഇതിനകത്ത് ഹാപ്പി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. കാരണം ഇത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, നിങ്ങളുടെ എഫേർട്ട്, ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവും തട്ടാനില്ല. വി വിൽ ഗ്രോ. ഇവിടെ ആരൊക്കെ ഉണ്ടോ കഴിഞ്ഞ വർഷം, അതായത് 1 വർഷം മുന്നേ 3 പേരുള്ള ഒരു ചെറിയ മുറിയിലിരുന്ന നമ്മൾ ഇന്ന് 300 പേരുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ പറ്റുമെങ്കിൽ 3 പേരുടെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ നടക്കുമ്പോൾ ഇനിയും ആൾക്കാർ വരുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കും. ആൻഡ് വി നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് പോസിറ്റീവ് തിങ് ബിക്കോസ് ഓഫ് we are like that word we means a lot. ഇതിനകത്ത് ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഏതൊരു ഷെഫിൻ്റെ കയ്യിലും ആരുടെയും കയ്യിലുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്
അതൊരു സ്ഥാനം നമ്മുടെ കയ്യിലുണ്ട്. അതങ്ങനെയാണ്, അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിനകത്തോട്ട് ദിസ് ഇസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ദ സെയിം തിങ്. കാരണം ഒരുപാട് ഇതിനകത്ത് ഓരോ ഇവൻറ്റ് നടക്കുമ്പോഴും, ഇപ്പോൾ ഇതിൻ്റെ ഓഫീസിൻ്റെ അനഗ്രേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് നടക്കുമ്പോഴും വി ഓൾവേസ് എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് എ സർപ്രൈസ് ഫോർ us. കാരണം നാളെ എന്ത് നടക്കും എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ നടക്കുന്നു, ഓരോ സർപ്രൈസസ് നടക്കുന്നു. വി ആർ മോർ കോൺഫിഡൻറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. വി ആർ മോർ കോൺഫിഡൻറ്റ് ആൻഡ് വി ആർ റെഡി ടു അപ്രോച്ച് ദ മാർക്കറ്റ് വിത്ത് ഓൾ സ്പിരിറ്റ്. മാർക്കറ്റ് എങ്ങനെയാണോ, ഗെയിമിംഗ് മാർക്കറ്റ് എങ്ങനെയാണോ, ഈ ഇൻഡസ്ട്രി എവിടെ നിൽക്കുന്നോ അവിടേക്ക് തന്നെ വി ആർ ഓൺ ദ റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും മനസ്സും എന്താണോ ഒരു ഹ്യൂമാനിറ്റി, അത് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. റെസ്റ്റ് ഓഫ് തിങ്സ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം. നിങ്ങളിപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴോ ജനിച്ച് എപ്പോഴോ വളർന്ന് എവിടെയൊക്കെ വളർന്ന് എന്നിട്ട് നമ്മളൊക്കെ ഒരുമിച്ച് ഇവിടെ തന്നെയല്ലേ. സോ നമ്മുടെ തലയിൽ ഇതാണ്, അതങ്ങനെയാണ്. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും, എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയും ഒരുപോലെയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒരുപോലെ. അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇതുവരെ കിട്ടിയതെല്ലാം വളരെ പ്രോപ്പറായി യൂസ് ചെയ്ത് വളരെ എത്തിക്കലായിട്ട് തന്നെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എമർജി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കാശ് ഉണ്ടാക്കാനുള്ള ഒരു കമ്പനിയല്ല. ഇവിടെ ആളുകളെയും ടെക്നോളജി, ലേണിംഗ്, ഏർണിംഗ് എന്താണോ ഉള്ളത് അതിനെ അതുപോലെ കൊണ്ട് നടക്കാനും വളർത്താനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനിയും ഇതുപോലെയുള്ള മാജിക്കൽ, ഓൾവേസ് എമർജി ഈസ് എ മാജിക്, ദർ ഇസ് നോ ലോജിക്. ഓൾവേസ് വി ഡോണ്ട് ഹാവ് എനി ലോജിക്, എനി സ്ട്രാറ്റജി, നത്തിങ്. നമ്മൾ എന്താണോ അതാണ് ഇവിടെ പ്രൊജക്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളിൽ വരുന്നവർക്കും ഇതുവരെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ തന്നെ തരാനുള്ളൂ. ഗ്രോ ആകണം, ഒന്നും കൂടെയൊക്കെ ഗ്രോ ആവണം. ഇപ്പം എൻ്റെ വീട്ടുകാർക്കും ആർക്കും ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നൊന്നും ആർക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ എനിക്കൊരാഗ്രഹമുള്ളത്, നാളെ ആരെങ്കിലും ഒരാൾ എൻ്റെ സർക്കിളിലുള്ള ഒരാൾ അന്വേഷിച്ച് ഇവിടെ വരും, ഇതിൻ്റെ CEO നിഷയാണോ, ദാറ്റ്സ് വാട്ട്. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഓൾ ദ പബ്ലിസിറ്റി ഫ്രം മൈ സൈഡ് ഇറ്റ്സെൽഫ്. എനിക്ക് കമ്പനിയുണ്ട്, എനിക്ക് ഇന്ന ആൾക്കാരുണ്ട്, ഞാൻ ഗെയിമിങ്ങിലാണ്, ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല. വളരെ റയറായിട്ട് മാത്രം, വേണ്ട സ്ഥലത്ത് മാത്രം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈ അംബിഷൻ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ കരിയറിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ ആസ്പിറേഷനും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. ലേണിങ്ങും ഏർണിങ്ങും ഇല്ലാതെ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല, നിങ്ങൾക്കൊരു ഫേസ് ഇല്ല. നല്ല ലേണിങ്ങും നല്ല ഐഡൻറ്റിറ്റിയും ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ഭാഗത്തുനിന്നും എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തിരിക്കും. സോ ഒഫീഷ്യലി യു ആർ എ പാർട്ട് ഓഫ് എമർജിയോ. ഓക്കെ, ഇവിടെ നമ്മളൊക്കെ പറയുന്ന എമർജിയോൺസ് എന്ന് പറയും. സോ ഒഫീഷ്യലി സ്റ്റാർട്ട് ഫൈറ്റിംഗ്. കാരണം നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ്, കണ്ടു നിൽക്കുന്നവർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. നമ്മൾ ബാറ്റിൽ ഫീൽഡിലുള്ള ആൾക്കാരാണ്. സോ ഫീൽഡിലിറങ്ങി ഇനി യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ആ ഡിസിപ്ലിനും ആ കോൺസെൻട്രേഷനും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രം ഫോക്കസ്ഡ്. Then let's see what is going to happen. So this is all. A very warm welcome to all to my family. ഇതുപോലെയൊക്കെ തന്നെയാണ്, വളരെ ജോളിയായിട്ട്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, നല്ല കൾച്ചറുള്ള, നന്നായി പെരുമാറാൻ അറിയാവുന്ന അടിപൊളി ടീമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കുട്ടികൾ കാരണമാണ്. നല്ലൊരു ഫേസ് ഉണ്ടെങ്കിൽ, എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അത് ഈ കുട്ടികൾ കാരണമാണ്. എനിക്ക് ഓൾവേസ് എൻ്റെ ഓഫർ തന്നപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തതിനും ഇത്രയും ട്രസ്റ്റ് ഉള്ളതിനും ഈ ഒരു ഫീല് തന്നതിനും ഒക്കെ താങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്നും എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, ആ താങ്ക്സ് എന്ന് പറയുന്നത് എനിക്കൊരു വേർഡല്ല, അത് ഈ പറയുന്നത് പോലെയാണ്. എനിക്കത് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കളയാൻ ഞാൻ നിൽക്കത്തില്ല. എന്നും കൂടെ ഉണ്ടാവും, എന്നും കൂടെ ഉണ്ടാവണം, എന്നും കൂടെ ഉണ്ടാവണം. വി വിൽ ഡു സംതിങ് ടു ദ മാർക്കറ്റ്, ടു ദിസ് ഇൻഡസ്ട്രി ദാറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്. ഒരു ദിവസം എമർജി ഒരു ലെവലിലെത്തും എന്നൊരു തോട്ട്. ഇനി എത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഷുവർ, ബെയർ മിനിമം. സോ ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും കുട്ടികളുടെ കൂടെ, പാരൻസിൻ്റെ കൂടെ ഒക്കെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. കൂടെ നിൽക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും നന്നായി വരട്ടെ, കൂടെ എല്ലാവരും ഒരുപോലെ നന്നാവട്ടെ. എത്രത്തോളം ഹൈറ്റിൽ എമർജിയോ പോകുന്നോ അത്രത്തോളം ഹൈറ്റിൽ അതിൻ്റെ മേലെ എല്ലാവരും എത്തണം.
ഓക്കെ എന്നും ഇവിടുന്ന് പോയാലും ഇവിടെ നിൽക്കുന്നവരെ എമർജി എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. ഐ ലൈക്ക് ദാറ്റ് ഫീൽ. ഓക്കെ, ഡോണ്ട് സ്പോയിൽ ദാറ്റ് ഫീൽ വെൻ എവർ യു ആർ ഹിയർ. ഓക്കെ, സോ അഗൈൻ once again thank you so much. The platform is yours and all the very best. Thanks for accepting the offer and officially I welcome you all to the family, Emergio family. I'm there for you.